coffee, tea, cool drinks? No, thanks. Shall we go to the front side? Good morning, sir. വരണം സർ, ചിറ്റപ്പൻ സാറിനെ കാത്തിരിക്കുവാ. ഇതാണ് ഞങ്ങളുടെ NCC മാസ്റ്റർ. നിങ്ങള് നരസിംഹൻ, കൊച്ചിയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. അതന്ന്. ഇപ്പൊ NCC മാസ്റ്റർ. നിങ്ങൾ ഇരിക്കൂ. യെസ്, താങ്ക്സ്. ഹാവ് എ ഡ്രിങ്ക്? വേണ്ട സർ. ഇങ്ങോട്ട് വാ അമ്മേ. സർ, ഇതെന്റെ അച്ഛൻ, ഇത് അമ്മവൻ, ഇതെന്റെ അമ്മ, ഇത് ചെറിയമ്മ. നമസ്കാരം. അസിസ്റ്റന്റ് കമ്മീഷണർ ടു NCC മാസ്റ്റർ. അതെങ്ങനെ? ഇല്ല സാർ, എൻ്റെ അച്ഛന് ഞാൻ പോലീസുകാരനാണെന്ന് ഇഷ്ടമല്ല. അതുകൊണ്ട് അച്ഛൻ വിഷമിക്കേണ്ടെന്നോർത്ത് ജോലി റിസൈൻ ചെയ്ത് ഞാൻ ഇവിടേക്ക് പോന്നു. അയ്യോ വേണ്ട, ഇവിടുന്ന് തന്നെ പിടിച്ച ചെമ്മീനാണ്. അത് ഞങ്ങൾ അയ്യപ്പസ്വാമി ആരാധിക്കുന്നവരാ. ശനി ദിവസങ്ങളിൽ മത്സ്യമൊന്നും കഴിക്കരുതെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും പറയുന്നതെല്ലാം കേൾക്കുമല്ലേ? അവരല്ലേ സാർ എല്ലാം. അവർ പറയുന്നത് കേൾക്കാതെ വേറെ ആര് പറയുന്നത് കേൾക്കണ്ടേ? നിങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ച് ഒരു താങ്ക് യു പറയാൻ വേണ്ടിയാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞങ്ങൾ എന്തെങ്കിലും സാറിന്? നോ താങ്ക് യു. എന്നെ വിളിച്ച് നന്ദി പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞാനെന്ന് ഇറങ്ങട്ടെ, വരട്ടെ, പോയിട്ട് വരാം. കാണാൻ മോനെ. ചിറ്റപ്പ, ഞാൻ പറഞ്ഞിട്ട് വരാം. ഇങ്ങോട്ട് വന്നതിന് വളരെ നന്ദിയുണ്ട് സർ. ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് സാറിന് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങളുടെ ഫാമിലിയിൽ ക്ലോസ് ആയിട്ടോ. ഫാമിലിയായിട്ട് ക്ലോസ് ആയെന്ന് പറഞ്ഞാണല്ലോ വലിച്ച് കടലോട്ട് എറിയാൻ. ഒരു സ്റ്റുഡന്റിന് സാറിനോട് മോഹം തോന്നുന്ന നാണം കെട്ട കാര്യമാണ്. ഇനി മേലിൽ ആവർത്തിക്കരുത്. ചേഞ്ച് യു ആറ്റിറ്റ്യൂഡ്. നരസിംഹൻ സർ, ഞാൻ ചോറ്റാനിക്കര അമ്പലം വരെ വന്നതാ. താനിപ്പോ എവിടെയാ? ഇവിടം വരെ ഒന്ന് വരാവോ? 1 മണിക്കൂറിനുള്ളിൽ വരാം സാർ. ഗുഡ് മോർണിംഗ് രംഗരാജ്. വൺ മിസ്റ്റർ നരസിംഹൻ, ഫോർമർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കൊച്ചിൻ. ഇപ്പൊ അവരുടെ എക്സാക്ട് സ്റ്റാറ്റസ് എന്താന്ന് പറ. വരൂ നരസിംഹൻ. സാർ, എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ? സാർ, മാരാരി നടന്നത് ആയുധക്കടത്തല്ല സാറേ, ബ്രൗൺ ഷുഗറാണ് സാർ. ടോട്ടൽ സൗത്ത് ഇന്ത്യക്കും മാരാരി മെയിൻ സെന്ററാക്കിയിരിക്കുക. താൻ എന്തായി പറയുന്നത്? സൗത്ത് ഇന്ത്യയിൽ ഏകദേശം 2900 കോളേജുകളും 8500 ഹയർ സെക്കൻഡറി സ്കൂളുകളുമുണ്ട്. ഒരു കോളേജിൽ 10 പേർ, ഒരു സ്കൂളിൽ 5 പേർ എന്ന നിലയിൽ ഡ്രഗ് യൂസ് ചെയ്താൽ ഒരു വർഷത്തിൽ 1000 കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാവും. ഒരു സ്റ്റുഡന്റിന് അവന്റെ നഖത്തിന്റെ ഇടയ്ക്ക് പോലും ഇത് ഒളിപ്പിക്കാൻ സാധിക്കും. അവന്റെ മാതാപിതാക്കൾക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അവൻ ഇതിന് അഡിക്റ്റായി രോഗിയായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. അതുമാത്രമല്ല, ഇവിടെ ആഘോഷവേളകളിൽ ഡ്രിങ്ക്സ് പാർട്ടി നടത്തുന്ന പേരിൽ ഡ്രഗ്സ് പാർട്ടി നടത്തുന്ന സമ്പ്രദായം കൂടിക്കൊണ്ടിരിക്കുകയാണ് സർ. ഇതിൽ വിഷമിക്കേണ്ട കാര്യം, ഒരുപാട് പെൺകുട്ടികൾ ഇതിനടിമയായിരിക്കുകയാണ് സാർ. അപ്പം മൊത്തം അധികാരികൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയെന്നാണോ പറയുന്നത്? അല്ല സാർ, പലയിടങ്ങളിലായിട്ട് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് നടക്കുന്നുണ്ട് സാർ. പക്ഷേ അത് മൊത്തം സപ്ലൈയിൽ 5% പോലും ആകുന്നില്ല സാർ. ഇത്രയും തെളിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും ഉടനടി തന്നെ എന്തുകൊണ്ട് ചാർജ് എടുത്തുകൂടാ? ഇപ്പം ഞാൻ ചാർജ് എടുത്താൽ ബായിയും സഹദേവനെ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റൂ. മൊത്തം രേഖകളോടെ എവിടെ നിന്നാണ് ഡ്രഗ്സ് വരുന്നതെന്നും ഇവർക്കാരാണത് സപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടെ ആരാണത് വിറ്റ് കൊടുക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ചാർജ് എടുത്ത് മൊത്തം എണ്ണത്തിനെ കൈക്കാത്തിട്ട് പിഴിഞ്ഞെടുക്കണം സാർ. ഫ്യൂച്ചറിൽ ബായിയുടെയും സഹായത്തിന്റെ പേരിലെടുക്കാൻ പോകുന്ന നടപടിക്ക് തങ്കരാജൻ എന്നൊരാൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കും സാർ. ആരാണ് അദ്ദേഹം? ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് സാർ. നിങ്ങൾ പറഞ്ഞ നരസിംഹന്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ട്. 100% ഈസ് നോട്ട് ഇൻ ദി ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന്റെ സാലറി, ഗ്രാറ്റുവിറ്റി, PF ഇൻക്ലൂഡിംഗ് പെൻഷൻ ബെനിഫിറ്റ് എല്ലാം തന്നെ സെറ്റിൽ ആയിട്ടുണ്ട്. ഓക്കെ. പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഞാൻ പുറത്തു പോവുകയാണ്. നാളെ കുട്ടികൾക്ക് പരേഡുണ്ട്. വൃന്ദാവൻ ഹോട്ടലിൽ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ. എടാ, സ്കൂൾ ടൈമിൽ അവൾ എവിടെ പോകണം ചോദിച്ചേ? അല്ല, എങ്ങോട്ടായി പോകുന്നേ? പറയൂല. നീ പറയാതെ പിന്നെ 8 മണിയിലെ വാർത്ത പറയോ? സാറ് ചോദിച്ചിട്ടാ പറയാൻ. ഞാൻ എന്റെ പഠിത്തമൊക്കെ നിർത്തി TC വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ. അല്ല, അതെന്തിനാ? സ്റ്റുഡന്റ് ടീച്ചറിനെ മോഹിക്കാൻ പാടില്ലെന്ന് NCC മാസ്റ്റർ പറഞ്ഞായിരുന്നു. ഇനി ഞാൻ സ്റ്റുഡന്റ് അല്ലല്ലോ, ഇനി മോഹിക്കാൻ സ്നേഹിക്കുകയും ചെയ്യാം. അത് നിക്കട്ടെ, ആരെ നീ സ്നേഹിക്കുന്നേ ഇപ്പോ? നമ്മുടെ NCC മാസ്റ്ററിനെ തന്നെയാ. അതെ, ഇന്ന് February 14 എനിക്ക് പകരം സാറിനൊന്ന് വിഷ് ചെയ്തേക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ. പോട്ടെ സാറേ, നല്ല പ്രായത്തിൽ പെണ്ണുങ്ങൾ പുറകെ വരുന്നതും പ്രായം ചെല്ലുമ്പോൾ ഷുഗർ വരുന്നതും. അല്ല സാറേ, ഇത് സിവിൽ കേസ് പോലെ വലിച്ചു നീട്ടാതെ പെറ്റി കേസ് പോലെ അഡ്വൈസ് ചെയ്ത് തീർത്തേക്കുന്നേ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൾ അരുതാത്ത എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ സൗമ്യമായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. നീ ഇതാരോടും വിളമ്പി നടക്കണ്ട. ഓക്കെ സാർ.
ഹാപ്പി വാലന്റൈൻസ് ഡേ. അയ്യോ ആരെ നോക്കിയടാ നീ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞത്? അയ്യോ ടീച്ചറെ, ഞാൻ ടീച്ചറുടെ ദേഹത്തേക്ക് എറിഞ്ഞതല്ല. നിങ്ങളൊരു നല്ല കുടുംബിനിയാണെന്ന് എനിക്കറിയാം. റിട്ടയർ ആയ 3 ഭർത്താക്കന്മാരുണ്ടെന്ന് അറിയാം. അല്ല 3 കുട്ടികളുണ്ടെന്നാ പറഞ്ഞത്. ദേവി എന്നോട് ക്ഷമിക്കണം. ദൈവമേ, എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നോട് ക്ഷമിക്കണമേ. എന്നോട് പോകല്ലേ. അയ്യോ നല്ല കാര്യം. ഈ രാക്ഷസി നമ്മളെ തിന്നുന്നതിന് മുമ്പ് എങ്ങനെയോ രക്ഷപ്പെട്ടു. ദൈവമേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. മേഡം എന്താ ചെയ്യുന്നേ? വാലന്റൈൻസ് ഡേ അല്ലേ, ഫ്രണ്ട്സിനോട് ലഞ്ചിന് വന്നതാ. കപ്പിളുമായിട്ട് വന്നാലേ അലൗഡ് എന്ന് ഇവര് പറഞ്ഞു. എന്റെ കപ്പിളാണെങ്കിൽ അവിടെ കപ്പൽ ഒട്ടിച്ചോണ്ടിരിക്കല്ലേ. ഇപ്പൊ നിനക്ക് ഉള്ളി കയറണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ പോവാ? ഞാനിവിടെ ഇല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? Are you here? It's unbelievable. നിന്നെ കാണണമെന്ന് തോന്നി. 9:30 ഫ്ലൈറ്റിന് പോന്നു. സാറേ നമ്മുടെ സ്കൂളിൽ ലീവ് കൊടുക്കാം. നാട്ടിലാകെ പ്രശ്നമായിട്ട് അന്ന് നമ്മൾ കണ്ട മൊട്ടത്തലേനും ആളുകൾക്കും ബാറിൽ വെച്ച് എന്തോ പ്രശ്നം ഉണ്ടായി. അതിന്റെ ഇടയ്ക്ക് അയാളുടെ ജാതിപ്പേര് പറഞ്ഞ് കളിയാക്കി. ജാതിപ്പേര് വിളിച്ചതിന്റെ ദേഷ്യത്തിന് അയാളുടെ മകളെ കടത്തിക്കൊണ്ട് പോകുന്നു വെല്ലുവിളിച്ചു സാറേ. അവരിപ്പോ അയാളുടെ മകളെ കടത്തിക്കൊണ്ട് പോയി. ആരോടൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ നോക്കിക്കോളാം. സാറേ ഒരു പയ്യനെ വെട്ടിക്കൊന്നു. ബാസി, എന്തോ ജാതി പ്രശ്നമാണെന്ന് തോന്നുന്നു. അതെ സാർ, 2 ഗ്രൂപ്പിനെ കളക്ടർ ഓഫീസിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. സോർ നരസിംഹൻ, അവിടെ എന്തോ വലിയ പ്രശ്നം നടക്കുന്നെന്ന്. വെള്ളം അടിച്ച് തല്ലുണ്ടാക്കിയിട്ട് എന്റെ മോളെ തട്ടിക്കൊണ്ട് പോയില്ലേ? നിങ്ങളുടെ മോളെ സഹദേവൻ തട്ടിക്കൊണ്ട് പോയിട്ട് ഇയാളുടെ മോനെ എന്തിനാ നിങ്ങളുടെ ആൾക്കാർ വെട്ടി? ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നം. 6 മണിക്കുള്ളിൽ ഞങ്ങളുടെ കുട്ടിയോട് വന്നില്ലെങ്കിൽ 27 പേർക്ക് ലൈസൻസോട് കൂടി തോക്കുണ്ട് എടുത്ത് പൊട്ടിച്ചാലുണ്ടല്ലോ കടൽക്കരയിൽ ഒരുത്തം പോലും ജീവനോട് കാണില്ല. സാർ ബാസി എന്തായി? ഓക്കെ, രണ്ട് ജാതിക്കാർ തമ്മിൽ പ്രസ്റ്റേജ് പ്രശ്നം നോക്കുന്നതുകൊണ്ട് പോലീസുകാർ 8 പേരാണ് സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുന്നത്. സാർ, ഞാൻ SP ഓഫീസിൽ ഒരു മീറ്റിംഗിലാണ്, പിന്നെ വിളിക്കാം. നീ ഒന്നും പറയണ്ട, കോള് കട്ട് ചെയ്യാതെ ഫോൺ പോക്കറ്റിലിട്. സാർ പറയുന്നത് കേൾക്ക്. അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ലേ സാറേ. എല്ലാവരും അവരുടെ വീട്ടിൽ പോയി ഊണും കഴിച്ച് മയങ്ങി ചായയും കുടിച്ച് സന്ധ്യയാവുമ്പോ വാ. എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് അന്നേരം നമുക്ക് കണക്കെടുക്കാം. സാർ, അവിടുത്തെ സിറ്റുവേഷൻ ആകെ പ്രശ്നത്തിലാണ്. എന്താ പറയുന്നത്? DSP ആയിട്ട് ഞാൻ ചാർജ് എടുക്കട്ടെ സാർ. പോലീസാണ് ഇപ്പൊ തന്നെയോ? അതെ സാർ, വേറെ മാർഗ്ഗമില്ല. ഇതാണ് അതിന് പറ്റിയ സമയം. പോസ്റ്റിംഗ് ഓർഡർ SP ഓഫീസർക്ക് ഫാക്സ് ചെയ്യൂ സാർ. 6 മണിക്കകം പെൺകുട്ടി രക്ഷപ്പെടുത്തിട്ട് സാറിന് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സൂസൻ, മണിയെക്കുട്ടി നിന്റെ ഏരിയയിലേക്ക് പോകോ. ജോണി, ആൽബർട്ട്, ഷാജി, ചാർലസ്, സഹായത്തിനോട് യുവമാർ ആരെങ്കിലും ഉണ്ടെന്ന് വേഗം റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, വേഗം ചെയ്യാം സാർ. Sir, I'm Narasimham, Deputy Superintendent of Police, specially appointed by Home Minister for the communal clash. സാറേ, DGP ഓഫീസിൽ നിന്ന് പോസ്റ്റിംഗ് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോ ഇത്രയും ദിവസം ഓഫ് ഡ്യൂട്ടിയിൽ സർവൈലൻസിലാണ് സാർ. ടേക്ക് ചാർജ്. സാർ, ഇന്ന് കാലത്ത് കലക്ടർ ഓഫീസിൽ നടന്നതുപോലെ ഉടനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം സാർ. കാരി ഓൺ. സർ, ഈ പ്രശ്നത്തിന് കാരണമായി ഇരു കൂട്ടരുടെയും പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നാലുടൻ 3 മണിക്കൂർ ഇടപെട്ട് 144 പ്രഖ്യാപിച്ച് അവരെ ബ്ലോക്ക് ചെയ്യണം. അവരുടെ സെൽഫോൺ സിഗ്നൽ ജാമർ വെച്ചിട്ട് ഓഫ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ കട്ടായാൽ തന്നെ പകുതി കലാപം ഒഴിഞ്ഞിരിക്കും. വിൻസൻ, കടലോരത്തെ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരാളും അവിടെ വരാൻ പാടില്ല. കോസ്റ്റ് ഗാർഡിനോട് അലർട്ട് ആകാൻ പറയണം. ഒരു ബറ്റാലിയൻ പോലീസ് ബോട്ട് എടുത്ത് കടലിനുള്ളിൽ റൗണ്ട് ചെയ്യണം. വ്യാപാരികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ ബന്ധുക്കളാരും സിറ്റിയിൽ വരരുത്. കൊച്ചിയിലെയും ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലും അടൂരിലുള്ള എല്ലാ റോഡുകളും ചെക്ക് പോസ്റ്റ് ബ്ലോക്ക് ചെയ്യൂ. 6 മണി വരെ ആരെയും കടത്തിവിടണ്ട. Team proceed. Okay, sir.
അവര് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക സാർ. ഡോഗ് സ്ക്വാഡ് വരാൻ പറ. SP ഓഫീസിൽ വെച്ച് എല്ലാ തലവന്മാരെയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ബിജിനാ സാർ വിളിക്കുന്നത്. എത്ര ബോട്ട് കടലിലേക്ക് പോയിട്ടുണ്ടെന്ന് അന്വേഷിച്ചിട്ട് ഇൻഫോം ചെയ്യൂ വേഗം. ശരി സാറേ, ശരി സാറേ. എന്ത് വന്നാലും നമുക്ക് നേരിടാനേ. ഹലോ ഹലോ സാർ 144 ഏർപ്പാട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ വേഗം കൊടുക്കൂ. പൊതുജനങ്ങൾക്കായി ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. കവലയിൽ ഇപ്പോൾ 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരും വീടിനകത്തു നിന്നും പുറത്തേക്ക് വരുവാൻ പാടില്ല. ഇത് സർക്കാരിന്റെ ഒരു പ്രത്യേക അറിയിപ്പാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓൾ ഓക്കെ സാർ. അനിൽ, രതീഷ്, അജിത് അവർ 3 പേരേ ഉള്ളൂ സാറേ. ബാക്കിയുള്ള 12 പേരുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് എനിക്ക് ഉടനെ SMS ചെയ്യും. ബാക്കിയുള്ള 12 പേരിൽ 7 പേര് മിസ്സിംഗ് ആണ് സാർ. 5 പേരുടെ ഫോൺ അടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല സാർ. നമ്മൾ വിളിക്കുന്ന നമ്പർ അവർ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചോണ്ടേയിരിക്കണം. നിങ്ങൾ തന്ന 5 സെൽ നമ്പരും ബ്രിഡ്ജിനടുത്തുള്ള ടവർ ഏരിയയിലാണ് സാർ. ഇതാണ് സാർ ബ്രിഡ്ജിനടുത്തുള്ള ടവർ ഏരിയ. അത് രാജു ഹോട്ടൽ, ഇത് റൂബി ഹോട്ടൽ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെ റൂം എടുക്കാനേ സാധ്യതയുള്ളൂ.